എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു 10 പൈസ പോലും മുടക്കില്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാൾ ഫാൻ അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാൻ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാം. അതിനായിട്ട് പ്രത്യേകിച്ച് കെമിക്കലോ സോപ്പ് പൊടിയോ സോപ്പോ ഒരു സാധനം ആവശ്യമില്ല. ഒരു തുണി കഷ്ണം മാത്രം മതി. പല വീഡിയോസിലും പറയുന്നുണ്ട് ഈ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് തുറക്കാണ്ട് വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുത്ത് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതേ ക്ലീൻ ആക്കുമ്പോൾ ഷോക്ക് അടിക്കുന്ന പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ സോക്കറ്റിലെ 2 പിൻ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി മാറ്റുക, പിന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഒരു ഫാൻ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു നല്ല കോട്ടൺ തുണിയുമാണ് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ മൈക്രോ ഫൈബർ തുണിയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ എന്തിനു ഞാൻ ചെയ്തു എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ക്ലീൻ ആക്കാൻ അറിയില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാവുന്നവർ ക്ഷമിക്കുക. ആദ്യമായിട്ടേ നമ്മൾ ഈ കാണുന്ന നെട്ടും ബോൾട്ടും അഴിച്ചു മാറ്റണം. അത് വളരെ ഈസി ആയിട്ട് അഴിച്ചു മാറ്റാൻ സാധിക്കും. ഇത് മാത്രമേ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന പണി. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കാം. ഇതേ അഴിച്ച് കഴിയാറാകുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം പൊളിഞ്ഞ് താഴെ കിടക്കുന്നതായിരിക്കും. ഞാനെന്തായാലും വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ട് ഇരുന്നുകൊണ്ട് സംഭവം താഴെ പോയി. അങ്ങനെ നമ്മൾ 1ാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പങ്ക അങ്ങ് ഊരെടുക്കണം. ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവർ എങ്ങോട്ട് തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. കണ്ടോ, ഇതിലെ പൊടി കണ്ടോ, നല്ല അടിപൊളി പൊടിയാണ്. ഈ കാണുന്ന പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാർക്ക് അനുസരിച്ച് സംഭവം തിരിക്കണം. ഒന്നും അറിയാനൊന്നുമില്ല. നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ ക്ലോക്ക് തിരിയുന്ന പോലെ തിരിക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് മുമ്പോട്ട് വലിച്ചാൽ ഈ സാധനം ഊരിപ്പോലും, വേറെ ഒന്നുമില്ല. അതിനുശേഷം അടുത്ത സംഭവം അഴിക്കലാണ്. ഇതെല്ലാം അഴിച്ചു മാറ്റി ക്ലീൻ ആക്കുന്നതാണ് എപ്പോഴും നല്ലതേ. ഇനി ഇത് തിരിക്കണം. കണ്ടോ, ഇത് നമ്മൾ ക്ലോക്ക് തിരിയുന്നവരല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് തിരിക്കേണ്ടത്. നിങ്ങൾ ഇത് തിരിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യരുത്. ഒരു പാകത്തിന് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ്, പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം അങ്ങ് അഴിച്ചു മാറ്റി. ഇനി നല്ലൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തൂക്കുക, അത്രേ ഉള്ളൂ. ഞാനിവിടെ നല്ല അടിപൊളി ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചാണ് ക്ലീൻ ആക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പർച്ചേസ് ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാം. ഇത് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ക്ലീൻ ആക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു ക്ലോത്ത് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ഒറ്റ തൂക്കലിന് തന്നെ ആ ഒരു നല്ല രീതിയിൽ പൊടി വലിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വലിച്ചെടുത്ത് ക്ലീൻ ആക്കാൻ പറ്റും. പക്ഷേങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തുരുമ്പ് പൊടിക്കുന്ന ഭാഗങ്ങളൊക്കെ അത് ഉപയോഗിച്ച് ക്ലീൻ ആക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ക്ലീൻ ആക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർത്താലും കുഴപ്പമില്ല, ചെളി പോകുന്നില്ലെങ്കിൽ മാത്രം. പക്ഷേ വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല രീതിയിൽ കണ്ടോ, ഒറ്റ വലിക്ക് തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി വലിച്ചെടുക്കുന്നുണ്ട്. നല്ല പ്രസ് ചെയ്ത് നിങ്ങളങ്ങ് തൂത്താൽ മതി, പൊടിയൊക്കെ പോകുന്നതാണ്. ഇതിലൊക്കെ ഈ ചില വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഉപ്പൊക്കെ ചേർത്ത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഈ സാധനം തുരുമ്പെടുത്ത് പോകും. ഇതൊക്കെ ചുമ്മാ ലോക്കൽ മെറ്റലാണ്. ഇത് നിലവിലെ ഹാവൽസിൻ്റെ BLDC പെഡസ്റ്റൽ ഫാനാണ്. അതായത് കുറഞ്ഞ കറണ്ട് മാത്രമേ ഇതെടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എനർജി ലാഭിക്കാൻ സാധിക്കും, കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ സോളാർ ഉപയോഗിച്ചിട്ട് ബാറ്ററിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഞാനിത് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി തോന്നുന്നു, ഒരു കുഴപ്പമില്ല. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ ഉപയോഗിക്കുന്നില്ല, എന്നാലും ആവറേജ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു പെഡസ്റ്റൽ ഫാൻ്റെ അത്ര കാറ്റൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. BLDC ആയതുകൊണ്ട് തന്നെ കുറച്ച് കാറ്റ് കുറവാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് അഴിച്ചിട്ട് ക്ലീൻ ആക്കുക. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അഴിച്ച് ഇടാം. പക്ഷേ ഇത് തിരിച്ചിടുമ്പോൾ സ്ക്രൂ മുറുക്കുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. അങ്ങനെ ടൈറ്റ് ചെയ്താൽ ഇത് പൊട്ടിപ്പോവും. പിന്നെ അത് ശരിയാക്കിയെടുക്കൽ മുട്ടം പണിയാണ്. അതുകൊണ്ട് ഒന്നും നിങ്ങൾ ഓവർ ടൈറ്റ് ചെയ്യരുത്, കറക്റ്റ് ഭാഗത്തിന് ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ, സംഭവം തീർന്നു. ഇതൊക്കെ നല്ല പൊടിയുണ്ടെങ്കിൽ മാത്രം അഴിച്ച് ക്ലീൻ ആക്കിയാൽ മതി. പിന്നെ ഈ കാണുന്ന ഇതിൻ്റെ വള്ളി, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചുമ്മാ അങ്ങ് തൂത്തിട്ടാൽ മതി, സംഭവം ക്ലീൻ ആവുന്നതാണ്. അതിനുശേഷമാണെങ്കിലേ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ ഒരു കമ്പി ഉണ്ടാകും മുകളിലേക്ക് ഇരിക്കുന്നത്. അത് ഫാനിൻ്റെ ടോപ്പിലേക്ക് വരാൻ പാകത്തിന് ഈ കാണുന്ന ലോക്കിലേക്ക് വീഴാൻ പാകത്തിനും കയറ്റി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ മുറുക്കേണ്ടത്. ഈ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെക്കുക. ആ ലോക്കിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ കണ്ടർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് കറങ്ങുന്ന പോലെയാണ് ടൈറ്റ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പ്രത്യേകം നോക്കുക, ഓവർ ടൈറ്റ് പാടില്ല, കറക്റ്റ് ടൈറ്റ് ആകുമ്പോൾ നിർത്തുക, അത്രേ ഉള്ളൂ.
ഇനി അതിനുശേഷം ഈ കാണുന്ന ഒരു കമ്പി കഷ്ണമുണ്ട്, ഇതിൽ നമ്മുടെ ഫാൻ്റെ ലീഫ് വരാൻ പാകത്തിന് സംഭവം കയറ്റിയിടുക, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു സാധനം അവിടെ ലോക്കായി. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇത് ശരിക്കും ക്ലോക്ക് പുറകോട്ട് കറങ്ങുന്നവരാണ് കറക്കേണ്ടത്, അത്രേ ഉള്ളൂ. സംഭവം ടൈറ്റായി. അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഈ കാണുന്ന മഞ്ഞ ആ സംഭവം കയറ്റിയിടുന്നു, ഈ സംഭവം കയറ്റി വയ്ക്കുന്നു. അതിനുശേഷം കറക്റ്റായിട്ട് അതൊന്ന് സെറ്റാക്കുന്നു. നിങ്ങൾ ഇവിടെ ചിലപ്പോൾ ഒരാളുടെ സഹായം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ആ നെട്ടും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്താൽ പണി കയറുന്നു. വളരെ സിമ്പിളാണ്. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ മാത്രം ഒരാളുടെ സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.